ഹലോ മക്കളെ, വെൽക്കം ടു ടെക്സ്റ്റ് ട്യൂട്ടർ. അപ്പൊ നമ്മള് ഏത് ചാപ്റ്ററാ പഠിച്ചുകൊണ്ടിരുന്നത്? സെപ്പറേഷൻ ഓഫ് സബ്സ്റ്റൻസസ് എന്ന് പറയുന്ന പാഠല്ലേ പഠിച്ചുകൊണ്ടിരുന്നത്? സെപ്പറേഷൻ ഓഫ് സബ്സ്റ്റൻസസിൽ നമ്മൾ എന്തൊക്കെയാ പഠിച്ചത്? കുറെ മെത്തേഡ്സ് ഓഫ് സെപ്പറേഷൻസ് പഠിച്ചല്ലേ? ഏതൊക്കെയാ പഠിച്ചത്? സീവിങ് പഠിച്ചു, ത്രഷിങ് പഠിച്ചു, വിനോയിങ് പഠിച്ചു, ഹാൻഡ് പിക്കിംഗ് പഠിച്ചു അല്ലെ? ഇനിയും ഒരുപാട് മെത്തേഡ്സ് ഓഫ് സെപ്പറേഷൻ ഉണ്ട് അല്ലെ? അതിനകത്ത് കുറച്ചെണ്ണം കൂടെ നമുക്ക് നോക്കാം. ഓക്കെ, അപ്പൊ ഈ ഒരു സെഷനില് കുറച്ചും കൂടെ മെത്തേഡ്സ് ഓഫ് സെപ്പറേഷൻസ് ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, സോ ലെറ്റ്സ് സ്റ്റാർട്ട്. സോ sedimentation, decantation and filtration. Sedimentation, decantation and filtration ആണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പം നിങ്ങൾക്ക് ഈ വേർഡൊക്കെ കേട്ട് നിങ്ങൾക്ക് അറിയായിരിക്കില്ലേ? സെഡിമെന്റേഷൻ ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ, ഡീകാൻറ്റേഷൻ ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ, ഫിൽട്രേഷൻ ഓഫ് കോഴ്സ് അറിയായിരിക്കും അല്ലെ? ഫിൽട്രേഷൻ അറിയായിരിക്കും, സെഡിമെന്റേഷനും കുറച്ചൊക്കെ അറിയായിരിക്കും, ആൻഡ് ഡീകാൻറ്റേഷനും അറിയോ നിങ്ങൾക്ക്? ഡീകാൻറ്റേഷൻ എന്താ, സെഡിമെന്റ്. ഓക്കെ, ലെറ്റ്സ് ലേൺ. ഓക്കെ, സോ there may be lighter impurities like dust or soil particles in rice or pulses. അല്ലെ, റൈസിലും പൾസസിലൊക്കെ ലൈറ്റർ ആയിട്ടുള്ള, റൈസും പൾസസ് ഒക്കെ കുറച്ചും കൂടെ ഹെവിയർ ആണ്, ലൈറ്റർ ആയിട്ടുള്ള ഇംപ്യൂരിറ്റീസ് ആയിട്ടുള്ള സോയിലും ഡസ്റ്റ് ഒക്കെ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം നമ്മള് അതിനകത്തുനിന്ന് എങ്ങനെയാണ് പൾസിന്റെ അകത്തുനിന്നും റൈസിന്റെ അകത്തുനിന്നൊക്കെ ഈ ലൈറ്റർ ആയിട്ടുള്ള ഇംപ്യൂരിറ്റീസിനെ നമ്മൾ എങ്ങനെയാണ് സെപ്പറേറ്റ് ചെയ്യുന്നത്? നമ്മൾ കുക്കിങ്ങിന് മുമ്പ് നമ്മൾ എന്ത് ചെയ്യും? ഈ റൈസിന്നും പൾസസിന്നും ഒക്കെ നമുക്ക് ഈ ഇംപ്യൂരിറ്റീസിനെ എന്ത് ചെയ്യണം? റിമൂവ് ചെയ്യണം അല്ലെ? ലാർജർ സൈസ്ഡ് ആയിട്ടുള്ള സ്റ്റോൺ ഒക്കെ നമ്മൾ പെറുക്കി കളഞ്ഞു അല്ലെ? ലാർജർ സൈസ്ഡ് ആയിട്ടുള്ള സ്റ്റോൺ ഒക്കെ നമ്മൾ ഹാൻഡ് പിക്കിംഗ് ചെയ്ത് റിമൂവ് ചെയ്തു, ആൻഡ് ലൈറ്റർ ആയിട്ടുള്ള പാർട്ടിക്കിൾസ് നമുക്ക് റിമൂവ് ചെയ്യണം. അതിന് നമ്മൾ വേറൊരു മെത്തേഡ് ആണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമ്മള് ഈ റൈസും പൾസസും ഒക്കെ നമ്മള് കുക്കിംഗ് ചെയ്യുന്നതിന്റെ മുമ്പ് നമുക്ക് ക്ലീൻ ചെയ്യണം അല്ലെ? അപ്പൊ നമ്മൾ എന്താ ചെയ്യാ? ഇതിനെ വെള്ളത്തിന്റെ അകത്തേക്ക് ഇടും അല്ലെ? വെള്ളം ഒഴിക്കും, റൈസിന്റെ അകത്തേക്ക് വാട്ടർ ഇട്ടിട്ട് നമ്മൾ എന്ത് ചെയ്യും? വാഷ് ചെയ്തെടുക്കും അല്ലെ? റൈസ് വാഷ് ചെയ്തെടുക്കും. ആൻഡ് റൈസ് വാഷ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു വെള്ള കളറിൽ കിട്ടൂലേ? റൈസ് വാഷ് ചെയ്യുന്ന കണ്ടിട്ടില്ലേ? റൈസ് വാഷ് ചെയ്യുമ്പോൾ ഒരു വെള്ള കളറാ കിട്ടുക വാട്ടറിന്. അപ്പൊ ഒരു വെള്ള കളറായിട്ട് മാറും. ആ വെള്ളത്തിന്റെ അകത്ത് നമുക്ക് വേണ്ട ഇംപ്യൂരിറ്റീസും കൂടെ എന്തുണ്ട്? ഡിസോൾവ്ഡ് ആയിട്ടുണ്ടാവും കേട്ടോ. അപ്പൊ നമുക്ക് പ്യുവർ ആയിട്ടുള്ള റൈസ് കിട്ടും അല്ലെ? ആ വെള്ളത്തിന്റെ അകത്ത് നമുക്ക് വേണ്ട ഇംപ്യൂരിറ്റീസ് ഡിസോൾവ്ഡ് ആയിട്ടുണ്ടാവും. അത് പോകുന്ന സമയത്ത് നമുക്ക് പ്യുവർ ആയിട്ടുള്ള റൈസ് കിട്ടും ഫോർ കുക്കിംഗ്. നമുക്ക് കുക്കിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്യുവർ ആയിട്ടുള്ള റൈസ് നമുക്ക് അപ്പൊ കിട്ടും. അപ്പം റൈസ് ഓർ പൾസസ് ആർ യൂഷ്വലി വാഷ്ഡ് ബിഫോർ കുക്കിംഗ്. വെൻ യു ആഡ് വാട്ടർ ടു ദീസ്, the impurities like dust particles get separated. What will sink to the bottom of the vessel? Rice or dust? Why? അപ്പം വെസലിന്റെ ബോട്ടത്തില് ലാസ്റ്റ് എന്തായിരിക്കും ഉണ്ടാവുക? വെള്ളാണോ റൈസ് ആണോ? അഫ്കോഴ്സ് റൈസ് ആയിരിക്കും അല്ലെ? കണ്ടില്ലേ നിങ്ങള്? ഇവിടെയാണ് നമ്മള് റൈസ് എടുത്തിട്ട് വാഷ് ചെയ്യാണ്. വെള്ള കളറിൽ നമുക്ക് വാഷ് ചെയ്യുന്ന സമയത്ത് വൈറ്റ് കളർ കിട്ടും അല്ലെ? ഈ വൈറ്റ് കളറിലുള്ള ഈ വാട്ടറിന്റെ അകത്ത് ഇംപ്യൂരിറ്റീസ് ഒക്കെ എന്തായിട്ടുണ്ടാവും? ഡിസോൾവ്ഡ് ആയിട്ടുണ്ടാവും അല്ലെ? ഈ വെള്ളത്തിന്റെ അകത്ത് ഇംപ്യൂരിറ്റീസ് എല്ലാം ഡിസോൾവ്ഡ് ആയിട്ടുണ്ടാവും. ആൻഡ് ഇതിന്റെ അടിയിലത്തെ പോർഷനിൽ നമുക്ക് എന്ത് കിട്ടും? റൈസ് കിട്ടും അല്ലെ? എന്നിട്ട് നമ്മൾ എന്താ ജസ്റ്റ് ചെയ്യാ? നമ്മൾ ഈ കഴുകിയതിന് ശേഷം ഈ പോർഷൻ എന്ത് ചെയ്യും? കളയും അല്ലെ? ഈ അരി കഴുകിയ വെള്ളം നമ്മൾ കളയും. അതിനകത്ത് ഇംപ്യൂരിറ്റീസ് ഉണ്ട് അല്ലെ? ഇംപ്യൂരിറ്റീസ് ഉള്ള വെള്ളം നമ്മള് കളയും അല്ലെ? എന്നിട്ടാണ് നമ്മൾ ഈ റൈസ് കുക്കിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുന്നത്. അപ്പം നമ്മള് ഈ കളയുന്ന മെത്തേഡിനെയാണ് നമ്മള് ഡീകാൻറ്റേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഡീകാൻറ്റേഷൻ എന്ന് പറയുന്നത് എന്താ? ഈ വെള്ളത്തിന് നമ്മൾ കളഞ്ഞിട്ട് അരി മാത്രം എടുക്കുന്നതിന് നമ്മൾ മുകളിലത്തെ പോർഷൻ എന്ത് ചെയ്യാണ്? കളയാണ്. ആ കളയുന്നതിന് നമ്മള് decantation ആണ് പറയുന്നത്. So when the heavier component in a mixture settles after water is added to it, the process is called sedimentation അല്ലെ? ആ പ്രോസസ്സിന് നമ്മള് സെഡിമെന്റേഷൻ എന്നാ പറയുക. ഹെവിയർ ആയിട്ടുള്ള മിക്സ്ചർ അല്ലെ? ഇതിനകത്ത് ഹെവിയർ ആയിട്ടുള്ള പോർഷൻ ആയിട്ടുള്ള അരി അവിടെ സെഡിമെന്റ് ചെയ്ത് കിടക്കുക. പൊങ്ങിക്കിടക്കുന്ന പോർഷൻ ഏതാ? അരിന്റെ അകത്തേക്ക് വെള്ളം ഒഴിക്കുന്ന സമയത്ത് പൊങ്ങിക്കിടക്കുക അരിയാണോ വാട്ടർ ആണോ? വാട്ടർ ആണല്ലേ?
സോ അരി എന്താ താഴെ കിടക്കും അല്ലെ, അരി താഴെ കിടക്കും, ദാറ്റ് ഈസ് സെഡിമെന്റേഷൻ. ഓക്കെ, അപ്പം അരി താഴെ കിടക്കുന്നതുകൊണ്ട് അരി സെഡിമെന്റേഷനും വാട്ടർ ഇങ്ങനെ പൊങ്ങിയിരിക്കും അല്ലെ, വാട്ടർ അരിന്റെ അകത്തേക്ക് വെള്ളം ഒഴിക്കുമ്പോൾ വെള്ളം പൊങ്ങിയിരിക്കും. ആ വെള്ളത്തിന് നമ്മൾ എന്ത് ചെയ്യും, മിക്സ് ചെയ്തതിനു ശേഷം ജസ്റ്റ് കളയും. ആ കളയുന്നതിനാണ് നമ്മൾ ഡീകാന്റേഷൻ എന്ന് പറയുന്നത്. So that is decantation. When the water along with the dust is removed, the process is called decantation. അപ്പം അതിനെയാണ് നമ്മൾ decantation എന്ന് പറയുന്നത്. സോ നമ്മള് decantation പഠിച്ചു. എന്തൊക്കെ പഠിച്ചു? decantationും പഠിച്ചു. പിന്നെ എന്താ പഠിച്ചത്? സെറ്റിലിംഗ് ചെയ്യുന്നതിന് എന്താ പറയുന്നത്? ദാറ്റ് ഈസ് സെഡിമെന്റേഷൻ. അപ്പൊ നമ്മൾ സെഡിമെന്റേഷനും പഠിച്ചു, ഡീകാന്റേഷനും പഠിച്ചു. സോ ദ സെയിം പ്രിൻസിപ്പിൾ ഈസ് യൂസ്ഡ് ഫോർ സെപ്പറേറ്റിംഗ് എ മിക്സ്ചർ ഓഫ് ടു ലിക്വിഡ്സ് ദാറ്റ് ഡു നോട്ട് മിക്സ് വിത്ത് ഈച്ച് അതർ. അപ്പൊ നമുക്ക് രണ്ട് ലിക്വിഡ്സിന്, ഇപ്പൊ നമ്മളൊരു സോളിഡിനെയും അല്ലേ സെപ്പറേറ്റ് ചെയ്ത്, ഇംപ്യൂരിറ്റീസ് ആയിട്ട് സോളിഡിനെയും നമുക്ക് റൈസിനെയും നമ്മൾ സെപ്പറേറ്റ് ചെയ്തെടുത്തു. ഇനി നമുക്ക് രണ്ട് ലിക്വിഡ് കോമ്പണൻസിനെ സെപ്പറേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക? ഫോർ എക്സാമ്പിൾ, വെള്ളത്തിന്റെ അകത്തേക്ക് നമ്മൾ കുറച്ച് ഓയിലോ കെറാസിനോ മണ്ണെണ്ണയോ വെളിച്ചെണ്ണയോ ഒഴിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ നന്നായിട്ട് ഷെയ്ക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് അതിനെ സെപ്പറേറ്റ് ചെയ്യണം എന്ന് വിചാരിച്ചോ. അപ്പൊ നമുക്ക് എന്താ ചെയ്യാൻ പറ്റും? നിങ്ങൾ കണ്ടിട്ടുണ്ടോ? മണ്ണെണ്ണയും ഓയിലൊക്കെ ആണെങ്കിൽ നിങ്ങൾ ഒരു ബീക്കർ എടുത്തു, അതിനകത്ത് നിങ്ങൾ കുറച്ച് വെള്ളം ഒഴിച്ചു, വാട്ടർ. അതിനകത്ത് കുറച്ച് വെള്ളം എടുത്തു. ഈ വെള്ളത്തിന്റെ അകത്തേക്ക് നമ്മൾ കുറച്ചും കൂടെ എന്തൊഴിച്ചു? ഓയിൽ ഒഴിച്ചു. വാട്ടർ എടുത്തു, അതിനകത്തേക്ക് ഓയിൽ ഒഴിച്ചു. ഈ സാധനം നന്നായിട്ട് ഷെയ്ക്ക് ചെയ്യാം. ഈ സാധനം ഷെയ്ക്ക് ചെയ്ത് കഴിഞ്ഞാല് എന്ത് കിട്ടില്ല? ഒരു രണ്ടും കൂടെ മിക്സ് ആയി പോവില്ല. ഓക്കെ, അപ്പൊ വാട്ടറും ഓയിലും എന്താവില്ല? മിക്സ് ആവില്ല. അവർ രണ്ടുപേരും എന്തായിട്ടിരിക്കും? സെപ്പറേറ്റ് ആയിട്ട് ഇനി ഇരിക്കും. അപ്പൊ വാട്ടർ വേറെ ഉണ്ടാവും, വാട്ടർ താഴെ കിടക്കും, ആൻഡ് വാട്ടർ താഴെ കിടക്കും, ഓയില് ആൻഡ് ഓയിൽ എന്ത് ചെയ്യും അറിയൂടാ? മേലെ കിടക്കും. ഓയിൽ അല്ലെങ്കിൽ കെറോസിൻ എന്ത് ചെയ്യും? മേലെ കിടക്കും. അപ്പം നമ്മള് വാട്ടറിനെയും കെറോസിനോ ഓയിലോ എടുക്കുകയാണെങ്കിൽ, എന്നിട്ട് രണ്ടും ഒരു ബീക്കറിലേക്ക് ആക്കി മാറ്റിയിട്ട് ഷെയ്ക്ക് ചെയ്ത് കഴിഞ്ഞാലും ഒരു ഫ്യൂ സെക്കൻഡ്സ് കഴിയുന്ന സമയത്ത് വാട്ടർ വേറൊരു ലെയറും ഓയിൽ അല്ലെങ്കിൽ കെറോസിൻ വേറൊരു ലെയറും ഫോം ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റും. നിങ്ങൾക്ക് ആ എക്സ്പെരിമെന്റ് വീട്ടിൽ ചെയ്തു നോക്കാൻ പറ്റുന്നതാണ്. നിങ്ങൾക്ക് അപ്പം ഈ ഒരു വിസിബിൾ ആയിരിക്കും, ഈ ഒരു കാര്യം നിങ്ങൾക്ക് വിസിബിൾ ആയിരിക്കും. നിങ്ങൾക്ക് ഇപ്പം കാണുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പം എന്താ മനസ്സിലാവുന്നുണ്ടാവില്ലായിരിക്കും. പക്ഷെ നിങ്ങൾ വെള്ളത്തിന്റെ അകത്തേക്ക് കെറോസിൻ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ, അണ്ടർ ദ ഗൈഡൻസ് ഓഫ് പാരന്റ്സ് ഉള്ള സമയത്ത് ചെയ്താൽ മതി. സോ വെള്ളത്തിന്റെ അകത്തേക്ക് നിങ്ങൾ കെറോസിൻ ഒഴിച്ചു കഴിഞ്ഞിട്ട് നന്നായിട്ട് ഷെയ്ക്ക് ചെയ്ത് കഴിഞ്ഞാലും കുറച്ച് സമയം കഴിയുന്ന സമയത്ത് വെള്ളം താഴെയും കെറോസിൻ മേലെയായിട്ട് രണ്ട് സെപ്പറേറ്റ് ലെയേഴ്സ് ആയിട്ട് അത് ഫോം ചെയ്യും. സോ ഈ ഒരു മെത്തേഡ് തന്നെയാണ്. നേരത്തെ എന്താ സെഡിമെന്റേഷൻ ആൻഡ് ഡീകാന്റേഷൻ എന്ന് പറയുന്ന സെയിം മെത്തേഡാണ് അപ്പൊ നമ്മൾ രണ്ട് ലിക്വിഡ്സിന്റെ കേസിലും യൂസ് ചെയ്യുന്നത്. അപ്പം ഈ ഒരു മിക്സ്ചറിനെ നമുക്ക് മിക്സ് ചെയ്തിട്ട് നമുക്ക് സെപ്പറേറ്റ് ചെയ്യണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഓയിലും വാട്ടറും അവരുടെ മിക്സ്ചറിന് സെപ്പറേറ്റ് ചെയ്യുന്നത് ഇങ്ങനെയാണ്. Mixture of such liquid is allowed to stand for some time. They form two separate layers. അതല്ലേ ഞാൻ പറഞ്ഞേ, കുറച്ചു നേരം രണ്ടു നേരം ഷെയ്ക്ക് ചെയ്തിട്ട് കുറച്ചു നേരം ഇതിനെ അലോ ചെയ്യാണ്, ഫ്രീ ആക്കി വിടുകയാണ്. നമ്മൾ ഡിസ്റ്റർബ്സ് ഒന്നും ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ അവര് സെപ്പറേറ്റ് ലെയേഴ്സ് ഫോം ചെയ്യും. The component that forms the top layer can then be separated by decantation. അപ്പോൾ ടോപ്പ് ലെയർ ഫോം ചെയ്യുന്ന കോമ്പണന്റിന് നമുക്ക് ഡീകാന്റേഷൻ വഴി എന്ത് ചെയ്യാൻ പറ്റും? സെപ്പറേറ്റ് ചെയ്ത് എടുക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പം അതാണ് ഡീകാന്റേഷൻ. അപ്പൊ നമുക്ക് നേരത്തെ പറഞ്ഞ എന്താ? അപ്പൊ നമ്മള് ഓയിലും വാട്ടറും ആയിട്ടുണ്ട്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ഓയിലിന് എന്ത് ചെയ്യാൻ പറ്റും? ജസ്റ്റ് ഒന്ന് ചരിച്ചു കൊടുത്തിട്ട് ആ ഒരു ലെയർ എത്തുന്നവരെ നമുക്ക് ഡീകാന്റേഷൻ വഴി എന്ത് ചെയ്യാൻ പറ്റും? വേറൊരു ബൗളിലേക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ഓയിലിനെ നമുക്ക് ആഡ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. ആൻഡ് സെപ്പറേറ്റ് ലെയേഴ്സ് ഫോം ചെയ്യുന്നോണ്ടാ. നിങ്ങൾക്ക് അത് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, നമുക്ക് അങ്ങനെ അതിനെ
സെപ്പറേറ്റ് ചെയ്ത് എടുക്കാൻ വേണ്ടി പറ്റും ബൈ ദി മെത്തേഡ് ഓഫ് ഡീകാന്റേഷൻ. ഡീകാന്റേഷൻ വഴി രണ്ട് ലിക്വിഡ്സിനെ നമുക്ക് സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അവര് കൂടിക്കലർന്നില്ല എന്നുണ്ടെങ്കിൽ, ഓക്കെ, രണ്ടും മിക്സ് ആയി പോയി കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റില്ല. അവര് മിക്സ് ആയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു മെത്തേഡ് വെച്ചിട്ട് സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. സോ ഇത് നമ്മൾ കണ്ടിട്ടുള്ള സെയിം മെത്തേഡ് ആണ് അല്ലെ, ചായ ഫിൽട്ടർ ചെയ്തെടുക്കുന്നത് അല്ലെ. നമുക്ക് വേണ്ടാത്ത ടീ ലീവ്സിനെ കളഞ്ഞിട്ട് നമുക്ക് ചായ ഫിൽട്ടർ ചെയ്തെടുക്കുന്ന മെത്തേഡാണ്. ആ ഒരു സീവിന്റെ ഈ ഒരു ഫിൽട്രേഷൻ ഉപയോഗിച്ചിട്ട് ഈ ഒരു മെത്തേഡിനാണ് നമ്മൾ ഫിൽട്രേഷൻ എന്ന് പറയുന്നത് അല്ലെ. ഫിൽട്രേഷൻ എന്ന് പറയുന്നത്. Which method of separating the leaves from prepared tea is better? Decantation or filtration? ചായ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡീകാന്റേഷൻ ആണോ ഫിൽട്രേഷൻ ആണോ നല്ലത്? ഏതാ മക്കളെ നല്ലത്? ഡീകാന്റേഷൻ ആണോ ഫിൽട്രേഷൻ ആണോ നല്ലത്? ഡീകാന്റേഷൻ എന്ന് പറയുന്ന സമയത്ത് കുറച്ച് ചായയും കൂടെ അതിന്റെ കൂടെ നഷ്ടപ്പെടും അല്ലെ. ഡീകാന്റേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ജസ്റ്റ് ചരിച്ച് ഒഴിച്ചെടുക്കുക അല്ലെ ഡീകാന്റേഷൻ എന്ന് പറയുന്നത്. സോ കുറച്ച് ചായയും കൂടെ അതിന്റെ കൂടെ നഷ്ടപ്പെടും. പക്ഷെ ഫിൽട്രേഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് കംപ്ലീറ്റ് സാധനം കിട്ടും അല്ലെ. ഫിൽട്രേഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് കംപ്ലീറ്റ് കിട്ടും. വേസ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ മാത്രമേ നമുക്ക് നഷ്ടം വരുള്ളൂ. സോ ഏത് മെത്തേഡാണ് ബെറ്റർ? ഡീകാന്റേഷൻ ആണോ ഫിൽട്രേഷൻ ആണോ? ഓക്കെ, നെക്സ്റ്റ് സെപ്പറേഷൻ ഓഫ് ഇംപ്യൂരിറ്റീസ് ഫ്രം വാട്ടർ. വാട്ടറിന്റെ അകത്തുനിന്ന് ഇംപ്യൂരിറ്റീസ്, സെപ്പറേഷൻ ഓഫ് ഇംപ്യൂരിറ്റീസ് ഫ്രം വാട്ടർ. എങ്ങനെ നമുക്ക് വാട്ടറിന്റെ അകത്തുള്ള ഇംപ്യൂരിറ്റീസിനെ സെപ്പറേറ്റ് ചെയ്യാം, അതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. സോ അപ്പം കളക്ട് സം മഡി വാട്ടർ ഫ്രം ദ പോണ്ട് ഓർ എ റിവർ. നമ്മൾ കുറച്ച് പോണ്ടിലോ റിവറിലൊക്കെ പോയിട്ട് കുറച്ച് ചെളിവെള്ളം എടുക്കുക, മഡി വാട്ടർ എടുക്കുക. അല്ലെങ്കിൽ നമുക്ക് പ്രിപ്പയർ ചെയ്യാനും പറ്റും. നമുക്ക് എങ്ങനെ പ്രിപ്പയർ ചെയ്യാൻ പറ്റും? കുറച്ച് വെള്ളം എടുക്കുക, കുറച്ച് മണ്ണ് എടുക്കുക, എന്നിട്ട് വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് നമുക്ക് ചെളിവെള്ളം ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. സിമ്പിൾ അല്ലെ? അങ്ങനെ സിമ്പിൾ ആയിട്ട് നമുക്ക് ഹമ്പിൾ ആയിട്ട് നമുക്ക് ചെളിവെള്ളം ഉണ്ടാക്കി എടുക്കാം. അപ്പം collect some muddy water from a pond or a river. Let it stand for half an hour. Observe the water carefully. അപ്പൊ നമ്മള് സാൻഡിലോ റിവറിലൊക്കെ പോയിട്ട് കുറച്ച് മഡി വാട്ടർ എടുത്തിട്ട് നമ്മൾ കുറച്ചു നേരം അനക്കാതെ വെക്കുക. ഒരു ഹാഫ് ആൻ അവറോ 1 hour ഒക്കെ നമ്മൾ അനക്കാതെ വെക്കുക. ആ സമയത്ത് എന്ത് സംഭവിക്കുന്നു, ആഫ്റ്റർ ദാറ്റ് എന്ത് സംഭവിക്കുന്നു എന്ന് നമ്മൾ ഒബ്സർവ് ചെയ്യാം. എന്താ മക്കളെ സംഭവിക്കുന്നുണ്ടാവുക? നമ്മൾ നന്നായിട്ട് ചെളി വെള്ളം എടുത്തിട്ട് നമ്മളൊരു അരമണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂർ ഒബ്സർവ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്തായിരിക്കും ഒബ്സർവേഷൻ? നമ്മുടെ ഒബ്സർവേഷൻ എന്തായിരിക്കും? കുറെ മഡ് പാർട്ടിക്കിളൊക്കെ താഴെ വന്ന് സെറ്റിൽ ഡൗൺ ചെയ്യും അല്ലെ. കുറെ മഡ് പാർട്ടിക്കിൾ കുറെ സമയം വെക്കുന്ന സമയത്ത് താഴെ വന്ന് സെറ്റിൽ ഡൗൺ ചെയ്യും അല്ലെ. അപ്പം എന്ത് ചെയ്യും? ടോപ്പ് പോർഷനില് കുറച്ച് മഡ് പാർട്ടിക്കിൾ എന്ത് ചെയ്യും? കുറച്ച് മഡ് പാർട്ടിക്കിൾ ഇവിടെ വന്ന് കിടക്കും അല്ലെ. മഡ് ടോപ്പ് പോർഷനിൽ നമുക്ക് കുറച്ച് ഓൾമോസ്റ്റ് ക്ലിയർ ആയിട്ടുള്ള ഒരു വെള്ളം കിട്ടും അല്ലെ. ടോപ്പ് പോർഷനിൽ ഓൾമോസ്റ്റ് ക്ലിയർ ആയിട്ടുള്ള കുറച്ച് വെള്ളം കിട്ടും. അടിയിലത്തെ പോർഷനില് മഡും കിട്ടും, ടോപ്പിൽ കുറച്ച് ക്ലിയർ ആയിട്ടുള്ള വെള്ളവും കിട്ടും അല്ലെ. പക്ഷെ ഇത് കംപ്ലീറ്റ് മഡും താഴെ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ടാവോ? കംപ്ലീറ്റ് മഡും താഴെ പോയിട്ടുണ്ടാവോ? നമ്മള് ഗ്ലാസ് സ്ലൈറ്റ്ലി ഒന്ന് ടിൽറ്റ് ചെയ്യുമ്പം, നമ്മൾ വാട്ടറിനെ ഡിസ്റ്റർബ് ചെയ്യാതെ ഒന്ന് ടിൽറ്റ് ചെയ്യുന്ന സമയത്ത് ഈ ഫ്ലോയില് ഈ സാധനത്തിനെ നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് മാറ്റുക, വേറൊരു ഗ്ലാസ്സിലേക്ക് നമ്മൾ ഈ ടോപ്പ് പോർഷനെ മാത്രം മാറ്റുക. ഓക്കെ, നമ്മൾ ഈ ടോപ്പ് പോർഷനെ മാത്രം വേറൊരു പാത്രത്തിലേക്ക് എന്ത് ചെയ്യുക? മാറ്റുക. എന്നിട്ട് സ്റ്റിൽ മഡി ഓർ ബ്രൗൺ ഇൻ കളർ ആയിരിക്കുമോ? കുറച്ചൊരു സ്ലൈറ്റ് ഒരു ഡിഫറൻസ് ഉണ്ടാവും അല്ലെ. നല്ലൊരു ക്ലിയർ വെള്ളം ആയിരിക്കില്ല, പക്ഷെ കുറച്ച് മഡ് പാർട്ടിക്കിൾ അതിനകത്ത് ഉണ്ടാവും. ആൻഡ് നമ്മളോട് അതിനെയും ഫിൽട്ടർ ചെയ്യാൻ വേണ്ടി പറയാണ് കേട്ടോ. അപ്പൊ നമ്മള് ഫിൽട്ടർ പേപ്പർ വെച്ചിട്ടുണ്ട്. അതിന് യൂസ് ചെയ്യുന്ന പേപ്പർ ആണ് എന്താ? ഫിൽട്ടർ പേപ്പർ. നമ്മൾ ഇവിടെ ഒരു ഫണൽ വെച്ചിട്ട്, ഒരു ഫണൽ ഉണ്ട് ഇവിടെ, ഇതിന്റെ ഉള്ളില് ഒരു ഫിൽട്ടർ പേപ്പർ കണ്ടിട്ടുണ്ടോ നിങ്ങൾ? ഭയങ്കര മൈന്യൂട്ട് ആയിട്ടുള്ള പോറുള്ള, നമ്മൾ ഫിൽട്ടർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഭയങ്കര ഇത് സീവ്സിനെ പോലെയല്ല ഫിൽട്ടർ പേപ്പർ. ഭയങ്കര അടുത്തടുത്തായിട്ടായിരിക്കും അതിന്റെ പോസ് വരുന്നുണ്ടാവും കേട്ടോ. നമുക്ക് കാണാൻ ഒബ്സർവബിൾ പോലും ആയിരിക്കില്ല, അത്രയും മൈന്യൂട്ട് ആയിട്ടുള്ള എന്തായിരിക്കും? പോസ് ആയിരിക്കും അതിന്റെ ഇടയിൽ വരുന്നുണ്ടാവുക. സോ അതാണ്
ഫിൽട്ടർ പേപ്പർ. അപ്പൊ നമ്മൾ മഡി വാട്ടർ ഫിൽട്ടർ പേപ്പറിലൂടെ പോകുന്ന സമയത്ത് നമുക്ക് അടിയിൽ എന്ത് കിട്ടും? ക്ലിയർ ആയിട്ടുള്ള വെള്ളം കിട്ടും. ക്ലിയർ ആയിട്ടുള്ള വെള്ളം കിട്ടും. ട്രൈ ഫിൽറ്ററിംഗ് ദ വാട്ടർ ത്രൂ എ പീസ് ഓഫ് ക്ലോത്ത് വഴി നമ്മൾ ഫിൽട്ടർ ചെയ്യാം. ഒന്നില്ലെങ്കിൽ നമുക്കൊരു പീസ് ഓഫ് ക്ലോത്ത് വഴിയും ഫിൽട്ടർ ചെയ്യാം, അല്ലെങ്കിൽ ഫിൽട്ടർ പേപ്പർ വെച്ചിട്ടും ഫിൽട്ടർ ചെയ്യാം. പീസ് ഓഫ് ക്ലോത്തില് സ്മോൾ ഹോൾസ് ഓർ പോസ് റിമൈൻ ഇൻ ബിറ്റ്വീൻ ദി വൂവൺ ത്രെഡ്സ്. ദീസ് പോസ് ഇൻ എ ക്ലോത്ത് ക്യാൻ ബി യൂസ്ഡ് ആസ് എ ഫിൽട്ടർ. നമുക്ക് ഒന്നില്ലെങ്കിൽ ഒരു ക്ലോത്ത് യൂസ് ചെയ്യാം ഫിൽട്ടർ ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നമുക്ക് ഫിൽട്ടർ പേപ്പർ ക്ലീൻ ചെയ്യാൻ പറ്റും. ഈസ് ദി വാട്ടർ സ്റ്റിൽ മഡി? വെള്ളം ഇപ്പോഴും മഡിയാണോ? അതിലെ കുറച്ചല്ലേ. Impurities can be separated by a filter that has even smaller pores. അപ്പം കോട്ടൺ ക്ലോത്തിനേക്കാളും ഭയങ്കര അടുത്തിട്ടായിരിക്കും പോറുകൾ ഉണ്ടാവുക ആർക്ക്? ഫിൽട്ടർ പേപ്പറിന്. അപ്പം നമ്മൾ കോട്ടൺ ക്ലോത്ത് വെച്ചിട്ട് ഫിൽട്ടർ ചെയ്യുന്നതിനേക്കാളും ഒരു ഫിൽട്ടർ പേപ്പർ വെക്കുന്ന സമയത്ത് നമുക്ക് മോർ ആൻഡ് മോർ മഡ് പാർട്ടിക്കിളിനെ കിട്ടും കേട്ടോ. ഇങ്ങനെ ഒരു ഫിൽട്ടർ പേപ്പർ വെച്ചിട്ട്, ഇതാണ് ഫിൽട്ടർ പേപ്പർ. നമ്മൾ കുറച്ചും കൂടി നല്ല ക്ലീൻ ആയിട്ടുള്ള വാട്ടർ ഒഴിക്കുന്ന സമയത്ത് നമുക്ക് താഴെ എന്ത് കിട്ടും അറിയൂടാ? ക്ലിയർ വാട്ടർ കിട്ടും. ക്ലിയർ വാട്ടർ കിട്ടും. So a filter paper is one such filter that has very fine pores in it. അല്ലെ, ഭയങ്കര ചെറിയ പോസ് ഉള്ള എന്താണ് ഫിൽട്ടർ പേപ്പർ. അതുവഴി നമുക്ക് മഡി വാട്ടറിനെ ഫിൽട്ടർ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. The filter paper folded in the form of a cone is fixed onto a funnel. അല്ലെ, ഒരു കോൺ ഷേപ്പിൽ നമ്മള് ഒരു ഫണൽ ഉണ്ട്. ആ ഫണലിന്റെ അതേ ഷേപ്പിൽ നമ്മൾ ഒരു കോൺ ഷേപ്പ് ആക്കിയിട്ട് ഫിൽട്ടർ പേപ്പർ നന്നായിട്ട് ചുരുട്ടി വെച്ചിട്ട് നമുക്ക് ഫിൽട്ടർ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. The mixture is then poured on the filter paper. Solid particles in the mixture do not pass through it and remain on the filter. അപ്പം ഇതിലൂടെ പാസ് ചെയ്യുന്ന സമയത്ത് സോളിഡ് പാർട്ടിക്കിള് അതുവഴി മൂവ് ചെയ്യില്ല. ഓൺലി നമുക്ക് എന്തേ പോവുള്ളൂ? ആ ലിക്വിഡ് ആയിട്ടുള്ള പോർഷൻസ് മാത്രമല്ലേ. ഇംപ്യൂരിറ്റീസ് ഒക്കെ ഇവിടെ തന്നെ ബ്ലോക്ക് ആയിക്കോളും. ലിക്വിഡ് ആയിട്ടുള്ള പോർഷൻസ് താഴേക്ക് മാറും. അപ്പം അതാണ് ഫിൽട്ടർ പേപ്പർ വഴി നമുക്ക് മഡി വാട്ടറിനെ. അപ്പൊ നമ്മൾ ഫസ്റ്റ് എന്താ മഡി വാട്ടറിനെ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി ഫസ്റ്റ് എന്ത് ചെയ്തു? മഡി വാട്ടർ എടുത്ത് കളക്ട് ചെയ്ത് കൊണ്ടുപോയി വന്നു. എന്നിട്ട് കുറെ നേരം അനക്കാതെ വെച്ചു അല്ലെ, അരമണിക്കൂറോ 1 hour ഒക്കെ നമ്മൾ അനക്കാതെ വെച്ചു. നമ്മൾ അതിന് ഡിസ്റ്റർബൻസ് ഒന്നും ചെയ്തില്ല. എന്നിട്ടോ ഡിസ്റ്റർബൻസ് ഒന്നും ചെയ്തില്ല. അരമണിക്കൂർ നമ്മൾ അനക്കാതെ വെച്ചു. ആ സമയത്ത് താഴെ ഒരു മഡിന്റെ ഒരു ലെയറും വന്നു, മേലെ ഒരു വാട്ടറി പോർഷൻ വന്നു. അപ്പൊ നമ്മള് ആ വാട്ടറിനെ നമ്മൾ ഡീകാൻഡ് ചെയ്തെടുത്തു അല്ലെ, അനക്കാതെ ഡിസ്റ്റർബ് ചെയ്യാതെ ഡീകാൻഡ് ചെയ്തെടുത്തു. ഡീകാൻഡ് ചെയ്തെടുത്ത സാധനത്തിന് നമ്മൾ ഫിൽട്ടർ പേപ്പർ വെച്ചിട്ട് ഫിൽട്ടർ ചെയ്തെടുത്തു. അല്ലെങ്കിൽ ഒരു കോട്ടൺ ക്ലോത്ത് വെച്ചിട്ട് ഫിൽട്ടർ ചെയ്തതിന് ശേഷം ഫിൽട്ടർ പേപ്പർ വെച്ചിട്ട് ഒന്നും കൂടെ ഫിൽട്ടർ ചെയ്ത് വെച്ചു. കാരണം എന്താ? ഫിൽട്ടർ പേപ്പറിന്റെ പോർ എന്ന് പറയുന്നത് കോട്ടൺ ക്ലോത്തിന്റെ പോറിനേക്കാളും മൈന്യൂട്ട് പോർസ് ആണ്. ഓക്കെ, സോ അതാണ് എന്ത് ഫിൽട്രേഷൻ എന്ന് പറയുന്ന മെത്തേഡ്. സോ ദാറ്റ് ഈസ് ഫിൽട്രേഷൻ. ഇനി എവിടെയൊക്കെയാണ് ആപ്ലിക്കേഷൻ ഓഫ് ഫിൽട്രേഷൻ ആണ് നമുക്ക് പഠിക്കാനുള്ളത്. ആപ്ലിക്കേഷൻ ഓഫ് ഫിൽട്രേഷൻ. ആപ്ലിക്കേഷൻ ഓഫ് ഫിൽട്രേഷനിൽ എന്താ പറയുന്നത്? നമ്മൾ എവിടെയൊക്കെയാ ഫിൽട്രേഷൻ യൂസ് ചെയ്യുന്നേ? നമ്മൾ എവിടെയൊക്കെയാ ഫിൽട്രേഷൻ യൂസ് ചെയ്യുന്നത്? ടീ ലീവ്സ് റിമൂവ് ചെയ്യുന്നില്ലേ? ആൻഡ് ഫിൽട്രേഷൻ നമ്മള് ഫ്രൂട്ട് വെജിറ്റബിൾ ജ്യൂസസ് ഒക്കെ ഫിൽട്ടർ ചെയ്തെടുക്കുന്നില്ലേടാ? അതിന്റെ ജ്യൂസിന്റെ പൾപ്പ് കളഞ്ഞിട്ട് നമുക്ക് വേണ്ട വാട്ടറി പോർഷൻസ് മാത്രം കിട്ടാൻ വേണ്ടിയിട്ട് നമ്മള് ഫ്രൂട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ഫ്രൂട്ട് ജ്യൂസസ് ഒക്കെ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മള് ഫിൽട്രേഷൻ യൂസ് ചെയ്യുന്നില്ലേ? ഫ്രൂട്ട് ജ്യൂസ് സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫിൽട്രേഷൻ യൂസ് ചെയ്യുന്നുണ്ട്. And fruit and vegetable juices are usually filtered before drinking to separate the seeds and solid particles of pulp. അല്ലേ, നമ്മള് ഫിൽട്രേഷൻ അവിടെ യൂസ് ചെയ്യുന്നുണ്ട്. The method of filtration is also used in the process of preparing cottage cheese in പനീർ ഒക്കെ ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ ഫിൽട്രേഷൻ മെത്തേഡ് യൂസ് ചെയ്യുന്നുണ്ട് അല്ലെ. അപ്പൊ ജ്യൂസ് ഫിൽട്ടർ ചെയ്യാൻ മാത്രമല്ല, പനീർ ഉണ്ടാക്കിയിട്ടുണ്ടോ നിങ്ങള്? പനീർ ഉണ്ടാക്കുന്ന സമയത്ത് നമ്മള് ഫിൽട്രേഷൻ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. എന്താ അവിടെ ചെയ്യുന്നത്? ഫോർ മേക്കിംഗ് പനീർ എന്താ ചെയ്യുന്നത്? പനീർ എങ്ങനെയാ നമ്മൾ ഉണ്ടാക്കുക? എ ഫ്യൂ ഡ്രോപ്സ് ഓഫ് ലെമൺ ജ്യൂസ് ആർ ആഡഡ് ടു ദ മിൽക്ക് ആസ് ഇറ്റ് ബോയിൽ. മിൽക്ക് തിളപ്പിച്ചിട്ട്, പാല് തിളപ്പിച്ചിട്ട് അതിനകത്ത് കുറച്ച് ലെമൺ ജ്യൂസ് ആഡ് ചെയ്യും. എന്നിട്ട് നമ്മൾ എന്താ ചെയ്യുക? എന്തിനു വേണ്ടിയിട്ടാ ലെമൺ ജ്യൂസ് ആഡ് ചെയ്യുന്നത്?
എന്തിനു വേണ്ടിയിട്ടാണ് ലെമൺ ജ്യൂസ് ആഡ് ചെയ്യുന്നത്? ലെമൺ ജ്യൂസ് ആഡ് ചെയ്യുന്ന സമയത്ത് ഈ പാലിന്റെ അകത്ത് ലെമൺ ജ്യൂസ് ആഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് പനീറല്ലേ നമ്മൾ ഉണ്ടാക്കുന്നത്, കുറച്ച് സോളിഡ് പോർഷനും വേണം, കുറച്ച് ലിക്വിഡ് പോർഷനും വേണം അല്ലേ? പനീറാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പൊ സോളിഡ് പോർഷനും വേണം, ലിക്വിഡ് പോർഷനും വേണം. സോളിഡ് പോർഷൻ ഉണ്ടാക്കാനും ലിക്വിഡ് പോർഷൻ ഉണ്ടാക്കാനും വേണ്ടിയിട്ട് നമ്മൾ അതിനകത്ത് ലെമൺ ജ്യൂസ് ആഡ് ചെയ്യും. മിൽക്ക് ബോയിൽ ചെയ്തതിന് ശേഷം this gives particles of solid paneer and a liquid. അപ്പം സോളിഡ് പനീറും കിട്ടും, നമുക്ക് ലിക്വിഡും കിട്ടും. അപ്പൊ നമുക്ക് പനീർ ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. So the paneer is then separated by filtering the mixture through a fine cloth or a strainer. എന്നിട്ട് നമ്മള് ആ പനീറിനെ ഒരു ക്ലോത്തിലൂടെ അല്ലെങ്കിൽ ഒരു സ്ട്രെയിനർ വെച്ചിട്ട് നമ്മള് സെപ്പറേറ്റ് ചെയ്ത് ഫിൽട്ടർ ചെയ്ത് എടുക്കും. സോ ദിസ് ഈസ് എ മെത്തേഡ് ഓഫ് ആപ്ലിക്കേഷൻ ഓഫ് ഫിൽട്രേഷൻ. അപ്പൊ ഫിൽട്രേഷന്റെ ആപ്ലിക്കേഷൻ അല്ലേടാ അത്? ഫിൽട്രേഷന്റെ ആപ്ലിക്കേഷൻ ആണ്. സോ എന്താ ഇപ്പൊ ചെയ്തിരിക്കുന്നത്? മിൽക്ക് ഉണ്ട് അല്ലെ, മിൽക്ക് നന്നായിട്ട് ബോയിൽ ചെയ്തതിന് ശേഷം മിൽക്ക് ബോയിൽ ചെയ്തിട്ട് നമ്മൾ അതിനകത്തേക്ക് ലെമൺ ജ്യൂസ് ആഡ് ചെയ്യും. ലെമൺ ജ്യൂസ് ആഡ് ചെയ്തിട്ടോ അപ്പൊ നമുക്ക് സോളിഡ് പോർഷനും ഒരു ലിക്വിഡ് പോർഷനും കിട്ടും. ഇതിനെ നമ്മൾ എന്ത് ചെയ്യും? ഇവിടെ ഫിൽട്ടർ ചെയ്ത് എടുക്കും. അതിനെ ഫിൽട്ടർ ചെയ്തിട്ടാണ് നമുക്ക് വേണ്ട പനീർ ഉണ്ടാക്കാൻ വേണ്ട മെറ്റീരിയൽസ് കിട്ടുന്നത്. സോ ദിസ് ഈസ് വൺ ആപ്ലിക്കേഷൻ ഓഫ് ഫിൽട്രേഷൻ അല്ലെ. ഫിൽട്രേഷൻ ഒരു ആപ്ലിക്കേഷൻ ആണ്. നമ്മൾ പനീർ ഉണ്ടാക്കുന്നത് ഫിൽട്രേഷന്റെ ആപ്ലിക്കേഷൻ ആണ്. ആൻഡ് ഇനി നമുക്ക് പഠിക്കാനുള്ളതാണ് ഇവാപ്പറേഷൻ. ഇവാപ്പറേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മളിപ്പോ എന്തൊക്കെ മെത്തേഡ്സ് നമ്മൾ ഇതുവരെ പഠിച്ചത്? ഇതുവരെ നമ്മൾ ഏതൊക്കെ മെത്തേഡ്സ് ഓഫ് പ്രിപ്പറേഷൻ ഒന്ന് ആലോചിച്ച് നോക്കി. ഏതൊക്കെ മെത്തേഡ്സ് ഓഫ് പ്രിപ്പറേഷനാണ് നമ്മൾ പഠിച്ചേന്ന്? ഫസ്റ്റ് വൺ എന്താ? ഹാൻഡ് പിക്കിംഗ് പഠിച്ചു അല്ലെ. പിന്നെന്താ പഠിച്ചത്? ത്രഷിംഗ് പഠിച്ചു, വിനോയിങ് പഠിച്ചു. വേറെ ഏത് മെത്തേഡാ പഠിച്ചത്? ഡീകാന്റേഷൻ പഠിച്ചു. പിന്നെയോ സെഡിമെന്റേഷൻ പഠിച്ചു, ഫിൽട്രേഷൻ പഠിച്ചു, സീവിങ് പഠിച്ചു അല്ലെ. നമ്മൾ കുറെ മെത്തേഡ്സ് ഓഫ് ഫിൽട്രേഷൻ ഒക്കെ പഠിച്ചു അല്ലെ. ഓക്കെ. ആൻഡ് ഇനി നമുക്ക് പഠിക്കാനുള്ളതാണ് ദാറ്റ് ഈസ് ഇവാപ്പറേഷൻ. ഇവാപ്പറേഷൻ എന്ന് പറയുന്ന വേറൊരു മെത്തേഡാണ് നമ്മൾ ഇനി പഠിക്കാൻ വേണ്ടി പോകുന്നത്. സോ നമ്മള് എന്താ ഇവാപ്പറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഇവാപ്പറേഷൻ എപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അല്ലെ. വെള്ളമുണ്ട്, അവിടെ സൺലൈറ്റ് ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവാപ്പറേഷൻ നടക്കുന്നില്ലേ? സീലും വെല്ലിലൊക്കെ നമുക്ക് എപ്പോഴും ഒരേ ലെവൽ ഓഫ് വെള്ളമാണോ മെയിൻറ്റെയിൻ ചെയ്യുന്നത്? അല്ല, നല്ല ചൂട് കൂടിയ സമയത്ത് എന്താ കുറേ വാട്ടർ മോളിക്യൂൾസ് പോകുന്നുണ്ട് അല്ലെ. കുറേ വെള്ളം പോകുന്നുണ്ട്, കുറേ വെള്ളം നീരാവിയായിട്ട് ഇവാപ്പറേറ്റ് ചെയ്ത് പോകുന്നുണ്ട് അല്ലെ. നല്ല ചൂട് കൂടിയ സമയത്തൊക്കെ വരൾച്ചയൊക്കെ ഭയങ്കരമായിട്ട് ഉണ്ടാവുന്നില്ലേ? എന്തുകൊണ്ടാ? വെള്ളമൊക്കെ ഇവാപ്പറേഷൻ നടന്നിട്ട് ആവിയായി പോകുന്നത് കൊണ്ടാണ് എന്ത് സംഭവിക്കുന്നത്? അവിടെ ഹീറ്റ് കിട്ടുമ്പം, സണ്ണിന്റെ ഹീറ്റ് കിട്ടുമ്പം ഇവാപ്പറേഷൻ നടക്കുന്നുണ്ട് അല്ലെ. ഇവാപ്പറേഷൻ നടക്കുന്നുണ്ട്. സോ നമ്മളോട് ഇവാപ്പറേഷന്റെ ഒരു മെത്തേഡ്, ഒരു എക്സ്പെരിമെന്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. ഒരു എക്സ്പെരിമെന്റ് ഓഫ് ഇവാപ്പറേഷൻ ആണ് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഓക്കെ. നമ്മള് 2 സ്പൂൺസ് ഓഫ് സോൾട്ട്, ഒരു ബീക്കർ വെള്ളത്തിന്റെ അകത്തേക്ക് 2 സ്പൂണ് സോൾട്ട് ഇടുകയാണ്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? നന്നായിട്ട് സ്റ്റിർ ചെയ്യും. കുറെ സമയം നമ്മള് സ്റ്റിർ ചെയ്യുന്ന സമയത്ത്, ഉപ്പ് വെള്ളത്തിൽ കലക്കുന്ന സമയത്ത് വെള്ളത്തിന് എന്തെങ്കിലും ചേഞ്ച് സംഭവിക്കുന്നുണ്ടോ? വെള്ളത്തിന്റെ കളറിൽ എന്തെങ്കിലും ചേഞ്ച് നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ടോ? വെള്ളം കളർ മാറുമോ? നീല കളറോ പച്ച കളറൊക്കെ ആയിട്ട് മാറുമോ? ഇല്ല അല്ലെ. ഉപ്പ് എന്ത് ചെയ്യുന്നുണ്ട്? ഡിസോൾവ് ആയി പോവാണ് വെള്ളത്തില്. ഉപ്പിനെ നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റില്ല അല്ലെ. വെള്ളത്തിന്റെ അകത്തേക്ക് ഉപ്പിട്ട് കഴിഞ്ഞാല് നമുക്ക് വെള്ളത്തിനകത്ത് ഉപ്പ് കാണാൻ പറ്റുമോ? പിന്നെ ഡിസോൾവ് ആയി പോയില്ലേ, അതിനകത്ത് അലിഞ്ഞു ചേർന്ന് പോയി ഉപ്പ്. ഡിസോൾവ് ആയി പോയി, സോൾട്ട് വെള്ളത്തിൽ ഡിസോൾവ് ആയി പോയി, നമുക്ക് കളർ ചേഞ്ചും കാണാൻ പറ്റില്ല, ഉപ്പിനെയും കാണാൻ പറ്റില്ല അല്ലെ. അത് അതിനകത്ത് ഡിസോൾവ് ആയി പോയി. Okay, can you see any salt in the beaker after stirring? No, we can't see. ഉപ്പ് ഓടിപ്പോയില്ലേ? ഉപ്പ് വെള്ളത്തിന്റെ ഉള്ളിലേക്ക് ഒളിച്ചു പോയി, നമുക്ക് കാണാനൊന്നും പറ്റില്ല അല്ലെ. And heat the beaker containing the salt water. അപ്പൊ നമ്മള് സോൾട്ട് വാട്ടർ ഉള്ള ആ ബീക്കറിനെ നമ്മൾ എന്ത് ചെയ്യുക? ഹീറ്റ് ചെയ്യുക.
നമ്മൾ ഹീറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്താ അറിയോ കാണാൻ പറ്റുക? വെള്ളത്തിനകത്ത് എന്താ കാണാൻ പറ്റുക? കുറെ സമയം കഴിയുന്ന സമയത്ത് ഈ ഒരു ഉപ്പുവെള്ളം നമ്മള് ഹീറ്റ് ചെയ്യുന്ന സമയത്ത് കുറെ വാട്ടർ മോളിക്യൂൾസ് എന്ത് ചെയ്യും? മേലേക്ക് ഇവാപ്പറേഷൻ നടന്നിട്ട് വെള്ളം മൊത്തം നീരാവിയായിട്ട് പോവും. ബാക്കി റിമൈനിങ് ആയിട്ട് നമുക്ക് സാൾട്ട് മാത്രമേ കിട്ടുള്ളൂ കേട്ടോ. അപ്പം സാൾട്ടും വാട്ടറും തമ്മിലുള്ള മിക്സ്ചർ ഹീറ്റ് ചെയ്യുന്ന സമയത്ത് കണ്ടോ, ഹീറ്റിംഗ് കൊടുക്കുന്ന കണ്ടോ നിങ്ങൾ, തീ കത്തിക്കുന്ന സമയത്ത് ഹീറ്റ് ചെയ്യുന്ന സമയത്ത് വാട്ടർ മോളിക്യൂൾ മുഴുവൻ ഇവാപ്പറേഷൻ നടന്നിട്ട് പോകൂലേ, മേലേക്ക് ഇവാപ്പറേറ്റ് ചെയ്തിട്ട് പോകും. ആൻഡ് റിമൈനിങ് വെള്ളം മുഴുവൻ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് സോൾട്ട് മാത്രമായിരിക്കും നമുക്ക് കിട്ടുന്നുണ്ടാവുക. വാട്ടർ മോളിക്യൂൾ മുഴുവൻ ഇവാപ്പറേഷൻ നടന്നിട്ട് പോയി. ഓക്കെ, ദ പ്രോസസ് ഓഫ് കൺവേർഷൻ ഓഫ് വാട്ടർ ഇൻ ടു ഇറ്റ്സ് വേപ്പർ ഇസ് കോൾഡ് ഇവാപ്പറേഷൻ. വാട്ടറിനെ വേപ്പർ ആക്കി മാറ്റുന്നതിനെയാണ് നമ്മൾ ഇവാപ്പറേഷൻ എന്ന് പറയുന്നത്. ദ പ്രോസസ് ഓഫ് ഇവാപ്പറേഷൻ ടേക്ക് പ്ലേസ് കണ്ടിന്യൂസ്ലി wherever water is present. അല്ലെ, ഞാൻ പറഞ്ഞു വെള്ളം എവിടെ ഉണ്ടെങ്കിലും എന്ത് നടക്കുന്നുണ്ട്? നമ്മൾ തീ കത്തിച്ചാലും ഇല്ലെങ്കിലും ഒക്കെ എന്ത് നടക്കുന്നുണ്ട്? ഇവാപ്പറേഷൻ നടക്കുന്നുണ്ട്. അതുകൊണ്ടല്ലേ സീയിലെ വെള്ളം പോകുന്നുണ്ട്. അങ്ങനെയല്ലേ വാട്ടർ ഒക്കെ ഇവാപ്പറേറ്റ് ചെയ്തിട്ടല്ലേ മേഘങ്ങളായിട്ട് മാറിയിട്ടല്ലേ നമുക്ക് പിന്നെ മഴ വരുന്നത്. സോ ഇവാപ്പറേഷൻ നടക്കുന്നുണ്ട്. എവിടെയാണെങ്കിലും വെള്ളം എവിടെയാണോ ഉള്ളത് അവിടെയൊക്കെ ഇവാപ്പറേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് നടക്കുന്നുണ്ട്. ഇവിടെ നമ്മള് വെള്ളത്തിന്റെ അകത്ത് ഉപ്പിട്ടിട്ട് നമ്മൾ ചൂടാക്കി വെള്ളത്തിനെ മുഴുവൻ എന്ത് ചെയ്യാണ്? ഇവാപ്പറേറ്റ് ചെയ്ത് കളയാണ്. വെള്ളത്തിനെ മുഴുവൻ ഇവാപ്പറേറ്റ് ചെയ്ത് കളയുന്ന സമയത്ത് നമുക്ക് ഉപ്പ് മാത്രമായിട്ട് റിമൈനിങ് ആയിട്ട് കിട്ടും. സോ ദിസ് ഈസ് എ മെത്തേഡ് ഓഫ് സെപ്പറേഷൻ അല്ലെ, ഇതൊരു മെത്തേഡ് ഓഫ് സെപ്പറേഷൻ അല്ലേ. വെള്ളം വേറെ ആയിട്ട് സെപ്പറേറ്റ് ചെയ്തു, ഉപ്പ് വേറെ ആയിട്ടും സെപ്പറേറ്റ് ചെയ്തു. സോ ഇവാപ്പറേഷൻ എന്ന് പറയുന്ന ഒരു മെത്തേഡ് ഓഫ് സെപ്പറേഷൻ ആണ് നമ്മൾ ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഈ ഇമേജ് കണ്ടോടാ നിങ്ങള്, ഈ ഇമേജ് നോക്കിക്കേ. എന്താ ഇമേജിൽ കാണുന്ന? സീ വാട്ടർ ആണല്ലേ. സീ വാട്ടറിന്റെ മുകളില് അവിടെ കുറെ സാധനങ്ങൾ അല്ലെ, കുറെ സോൾട്ട് ഒക്കെ ഉണ്ട് അല്ലെ, വെള്ളത്തിൽ കുറെ സോൾട്ട് ഉണ്ട് അല്ലെ, കുറെ ടൈപ്പ് ഓഫ് ഉപ്പുകൾ ഉണ്ട് അല്ലെ. സോ അതാണ് നമ്മള് ഈ ഫിഗറിൽ കാണുന്നത്, വെള്ളത്തിന്റെ അകത്തുള്ള ഉപ്പുകൾ അല്ലെ, കുറെ ടൈപ്പ് ഓഫ് സോൾട്ട് ഉണ്ട്. സീ വാട്ടറിൽ കുറെ സോൾട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് അല്ലെ. വൺ ഓഫ് ദി സോൾട്ട് ഇസ് കോമൺ സോൾട്ട്. നമ്മൾ കറിയിലൊക്കെ ഇട്ട് കഴിക്കുന്ന ഉപ്പില്ലേടാ, അത് എവിടുന്നാ ഉണ്ടാക്കുന്നേ? സീ വാട്ടർ എന്നാണ് അല്ലെ. സീ വാട്ടർ എന്നാണ് നമ്മള് വീട്ടില് കറിയിലൊക്കെ ഇടുന്ന ഉപ്പ് ഉണ്ടാക്കുന്നത്. അതൊരു കോമൺ സാൾട്ട് എന്നാ നമ്മൾ പറയുക. ആ കോമൺ സാൾട്ട് ഉണ്ടാക്കുന്നത് സീ വാട്ടർ എന്ത് ചെയ്യാണ്? ഇവാപ്പറേഷൻ നടത്തിയിട്ട്, അല്ലെങ്കിൽ അതിനെ ചൂടാക്കിയിട്ട് ഉപ്പ് കുറുക്കിയെടുക്കുകയാണ് നമ്മൾ. കടൽ വെള്ളം കുറുക്കിയിട്ടാണ് നമ്മൾ ഉപ്പെടുക്കുന്നത്. അപ്പം when seawater is allowed to stand in shallow pits, water gets heated by sunlight and slowly turns into water vapor through evaporation. അപ്പം ഇവിടെ എന്ത് നടക്കുന്നുണ്ട്? ഇവാപ്പറേഷൻ നടക്കുന്നുണ്ട്. വാട്ടർ ഇവാപ്പറേറ്റ് ചെയ്ത് പോകുന്നുണ്ട്. ആൻഡ് നമുക്ക് സെപ്പറേറ്റ് ചെയ്ത് വാട്ടർ പോകുന്ന സമയത്ത് നമുക്ക് സോൾട്ടിനെ സെപ്പറേറ്റ് ചെയ്ത് കിട്ടുന്നുണ്ട്. നേരത്തെ ഉപ്പ് വെള്ളത്തിൽ നിന്ന് വാട്ടർ പോയ സമയത്ത് ഉപ്പ് മാത്രമായിട്ട് കിട്ടിയില്ലേ, അതുപോലെ ഇവിടെയും ഇവാപ്പറേഷൻ നടക്കുന്നുണ്ട്. ആൻഡ് നമുക്ക് സോൾട്ടിനെ കിട്ടുകയും ചെയ്യും. So common salt is then obtained from this mixture of salt by further purification. ഞാൻ പറഞ്ഞു കടൽ വെള്ളം എന്ന് പറയുന്നത് is that much impure അല്ലെ. വെള്ളം ഭയങ്കര impure ആണ്. കാരണം എന്താ കടൽ വെള്ളം എന്താ impure ആണെന്ന് പറയാൻ കാരണം? കടൽ വെള്ളം impure ആണ്. നമ്മുടെ എല്ലാ വേസ്റ്റസും അല്ലെ, നമ്മൾ ഫാക്ടറീസിലുള്ള വേസ്റ്റ് ആണെങ്കിലും വേറെ പല സ്ഥലത്തുള്ള ഹോസ്പിറ്റൽ വേസ്റ്റ് ഒക്കെ നമ്മൾ എങ്ങോട്ടേക്കായിരിക്കും ഡംപ് ചെയ്ത് പോകുന്നുണ്ടാവുക? ഈവൺ ആഫ്റ്റർ പ്യൂരിഫിക്കേഷൻ അല്ലെ, ഒരു ഫസ്റ്റ് ലെവൽ സെക്കൻഡ് ലെവൽ ഓഫ് പ്യൂരിഫിക്കേഷൻ നടന്നതിന് ശേഷമുള്ള വേസ്റ്റസ് ഒക്കെ എന്ത് ചെയ്യും? കുറെ ആൾക്കാർ എന്ത് ചെയ്യും? സീ വാട്ടറിലേക്കാണ് ഡംപ് ചെയ്യുന്നത്. സീ വാട്ടറിലേക്ക് ഡംപ് ചെയ്യുന്ന സമയത്ത് എന്ത് സംഭവിക്കും? അത് ഭയങ്കര ഇംപ്യൂർ ആയി പോകും അല്ലെ. ആ സീ വാട്ടർ ഫിൽട്ടർ ചെയ്തിട്ടാണ്, ആ സീ വാട്ടറിന് ഇവാപ്പറേഷൻ നടന്നിട്ട് കിട്ടുന്ന സോൾട്ട് ആണല്ലേ നമ്മൾ കഴിക്കുന്നത്. പക്ഷെ അപ്പൊ ആ സോൾട്ട് നമ്മൾ കഴിക്കുന്ന സോൾട്ട് ഇംപ്യൂർ ആണോ? അല്ല, അത് ഒരുപാട് മെത്തേഡ്സ് ഓഫ് പ്യൂരിഫിക്കേഷൻ നടന്നിട്ടാണ് അല്ലെ. ഫർദർ പ്യൂരിഫിക്കേഷൻ ഒരുപാട് നടന്നതിന് ശേഷമാണ് നമ്മള് അങ്ങനത്തെ സോൾട്ട് യൂസ് ചെയ്യുന്നത്.
Okay, so is that clear for you? This evaporation is a method of separation. അല്ലേ? It is used to separate salt from seawater. അല്ലേ? Seawater and salt separate ചെയ്യാനും നമ്മള് evaporation എന്ന് പറയുന്ന മെത്തേഡ് ആണ് യൂസ് ചെയ്യുന്നത്. ക്ലിയർ അല്ലേ? അപ്പൊ നമ്മൾ എന്തൊക്കെയാടാ പഠിച്ചേ? നമ്മൾ എന്തൊക്കെയാ പഠിച്ചത്? ഡിഫറെന്റ് മെത്തേഡ്സ് ഓഫ് സെപ്പറേഷൻ ആണല്ലേ നമ്മൾ പഠിച്ചത്. ഡിഫറെന്റ് മെത്തേഡ്സ് ഓഫ് സെപ്പറേഷൻ ആണ് പഠിച്ചത്. ത്രഷിംഗ് പഠിച്ചു, സീവിങ് പഠിച്ചു, വിനോയിങ് പഠിച്ചു, ഹാൻഡ് പിക്കിംഗ് പഠിച്ചു, സെഡിമെന്റേഷൻ പഠിച്ചു, ഡീകാന്റേഷൻ പഠിച്ചു, ഇവാപ്പറേഷൻ പഠിച്ചു, കുറേ മെത്തേഡ്സ് ഓഫ് സെപ്പറേഷൻ പഠിച്ചു. ഇനിയും കുറച്ച് മെത്തേഡ്സ് ഓഫ് സെപ്പറേഷൻസും അതിന്റെ ആപ്ലിക്കേഷൻസ് നമുക്ക് കുറച്ച് പഠിക്കാം, വേറൊരു സെഷനിൽ പഠിക്കാം. ഓക്കെ, എല്ലാരും ഇതുവരെയുള്ള പോർഷൻസ് ഒക്കെ എന്ത് ചെയ്യണം? റിവൈസ് ചെയ്ത് നോക്കുക. നെക്സ്റ്റ് സെഷൻ കാണുന്ന സമയത്ത് ഇത് മൊത്തം നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് പഠിച്ചിട്ടുണ്ടെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം നമുക്ക് അടുത്ത സെഷൻ നിങ്ങൾ കാണാം. ഓക്കെ, താങ്ക് യു.